ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. പാലക്കാടിന്റെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ഏകദേശം ജയിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. കാരണം ശോഭാ സുരേന്ദ്രന് അവിടെ വലിയ രീതിയിൽ ജയിച്ച് കയറാമെന്നുള്ളൊരു വ്യാമോഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ തകിടം മറിച്ചുകൊണ്ടാണ് രമേശ് പിഷാരടി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെ തടയിടാൻ വേണ്ടി ചില സംഗണി അമ്മച്ചിമാരെ നമ്മുടെ ശോഭ ചേച്ചി രംഗത്തിറക്കി. അതിന്റെ ഒരു കുത്തിക്കടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പിഷാരടി ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പിഷാരടിയെ തടഞ്ഞുകൊണ്ട് ഒരു സംഗണി ചേച്ചി കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. കേരളത്തിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞൂട്ട് പിടിക്കാമെന്നാണ് ഈ മതയോളികളായിട്ടുള്ള ഈ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും നനച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഈ മതത്തിനൊക്കെ അതീതമായി ചിന്തിക്കുന്നവരാ. ഗുരുവായൂരിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ മൂങ്ങ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ, ഈ ഗോപാലകൃഷ്ണൻ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ നമ്മുടെ കേരള സർക്കാരോ നമ്മുടെ നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാ. പച്ചയ്ക്ക് വർഗീയതയാണ് ഈ വൃത്തികെട്ട ഊള ഈ കാണിച്ചു വെച്ചത്. ഇതിനൊക്കെ കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ 9-ാം തീയതി മറുപടി കൊടുത്തോളും. എന്താണെങ്കിലും നമ്മുടെ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കറതീർന്ന RSSകാരനാണ്, BJP കാരനാണ്. ഞാൻ പല പ്രാവശ്യവും കളിയാക്കിയിട്ടുണ്ട് ടെക്നോളജി അണ്ണനെന്നും സംഘി പൊട്ടനെന്നൊക്കെ വിളിച്ച്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടിട്ടുള്ള പുള്ളിയുടെ ചില വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പുള്ളി ഇപ്പൊ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നേരത്തെയൊക്കെ നമ്മൾ കാണുന്ന വീഡിയോസിനകത്ത് സംഘപരിവാറിനെയും BJP-നെയൊക്കെ അനുകൂലിച്ചാണ് സാധാരണ രംഗത്ത് വരാറുള്ളത്. അത് BJP-യുടെയും സംഘപരിവാറിൻ്റെയൊക്കെ എന്ത് വൃത്തികെട്ട വീഡിയോ ആണെങ്കിലും അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നമ്മുടെ കാളി മീഡിയയുടെ. അനൂപ് എന്നാണ് ഈ പുള്ളിയുടെ പേര്. ഞാനുമായിട്ട് പല പ്രാവശ്യവും യൂട്യൂബിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. എന്നെ നോക്കി വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നും. എന്തായാലും ഈ പച്ച വർഗീയത പറഞ്ഞ് ഊട്ടുപിടിക്കുന്ന ഈ മരവാണത്തിന്റെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ കാളിയണ്ണൻ കൊടുക്കുന്ന മറുപടി അത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. വീഡിയോയിലേക്ക് പോവാം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? ഞങ്ങളുടെ അറിവിൽ ഇത് നിയമസഭാ ഇലക്ഷനാണ്, അല്ലാണ്ട് മതം നോക്കിയ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇത് മേൽശാന്തിന്റെ തെരഞ്ഞെടുപ്പൊന്നല്ല. പിന്നെ മതസ്ഥാപനങ്ങൾ ഇതൊക്കെ വെച്ച് വോട്ട് പിടിക്കുന്നത് ഈ താഴെ കാണുന്ന സെക്ഷൻസ് ആൻഡ് പ്രൊവിഷൻസിന്റെ എല്ലാം വയലേഷൻ ആണ്. ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ചെറിയ ധാരണ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചാണകം ചവിട്ടിയതുകൊണ്ട് സ്വാഭാവികം. നിങ്ങൾ കേട്ടല്ലോ, ലവം വിചാരിച്ചിരിക്കുന്നതേ ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ശബരിമല മേൽശാന്തിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്നായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ ചാണക പൊട്ടനായിട്ടുള്ള അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ നനച്ചു വെച്ചിരിക്കുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നുള്ളത് പോലും ബോധമില്ലാതെ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ച് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഇവന് നിലക്ക് നിർത്താൻ നമ്മുടെ കേരള സർക്കാരിനോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എവിടെങ്കിലുമൊക്കെ നിന്ന് BJP-യുടെ ആരെങ്കിലുമൊക്കെ ജയിച്ചു കഴിഞ്ഞാണല്ലോ നിങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരം എന്ന് പറയാതിരിക്കാൻ വയ്യ. വടക്കേ ഇന്ത്യയിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിട്ട അനുഭവങ്ങളുണ്ടല്ലോ, അത് ഇവിടെയും ആവർത്തിക്കപ്പെടും. നമുക്കിനി അനൂപ് കൊടുക്കുന്ന മറുപടി കേൾക്കട്ടെ, അതാണ് മാസ്. ഇന്നലെ പിഷാരടീനെ പാലക്കാട് ഇലക്ഷൻ പ്രചരണത്തിൽ തടഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോ. തമ്മാടിത്തരമാണ്. അതിന് എന്ത് ന്യായം പറഞ്ഞാലും ശരി തമ്മാടിത്തരാണ്. ഈ കേരളത്തിൽ നിന്നല്ല ഈ ഇന്ത്യയിൽ എവിടെയും പ്രചരണം നടത്താനും ആളുകളെ അഭിസംബോധന ചെയ്യാനും ഏതൊരു പൗരനും അവകാശമുണ്ട്, ഏതൊരു സ്ഥാനാർത്ഥിക്കും അവകാശമുണ്ട്. അങ്ങനെ ഇരിക്കെ പിഷാരടിയെ പാലക്കാട് തടഞ്ഞൊരു വിഷയം വളരെ മോശമാണ്. BJP-യിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ടില്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം കുറച്ച് ദിവസം മുമ്പാണ് ഇതേ BJP-ക്കാരെ CPM-മാർ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവർ തമ്മിൽ എന്ത് മാറ്റമുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഓരോ വ്യക്തിയുടെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് പിഷാരടിയെ തടഞ്ഞെന്നാണ് പറയണത്. അയാൾ പറഞ്ഞാലെന്താ തെറ്റുള്ളത്? ഇലക്ഷൻ സമയത്ത് BJP നേതാവിനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ ആ ആരോപണത്തെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പുറത്തോട്ട് വരാറുണ്ടോ? അല്ലെങ്കിൽ ആളുകളെ അഭിസംബോധന ചെയ്യാറുണ്ടോ? അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തെ രാഷ്ട്രീയപരമായിട്ടല്ല അവർ ചേർക്കാൻ നോക്കുക. അതിന്റെ ഫലമായിക്കൊണ്ട് പിഷാരടി പറഞ്ഞു അതൊരു വ്യക്തിയായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ശരിയാണ്, അയാൾക്ക് അതിന്റെ മേലെ രാഹുൽ മാങ്കൂട്ടത്തൻ ചെയ്ത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്താൻ പറ്റില്ല. അയാൾ ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ആ രാഷ്ട്രീയത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം എല്ലാവർക്കും രാഷ്ട്രീയ മര്യാദകൾ വേണം.
മര്യാദകളില്ലാത്ത രാഷ്ട്രീയങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ഒരു നല്ല രാഷ്ട്രീയമല്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇനി ചിലപ്പോൾ എന്നെ ഇത് പറയുമ്പോൾ പലരും തെറി പറയാൻ വരുമായിരിക്കും, കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ മോശം പറയുമായിരിക്കും. ആരെന്ത് വേണേലും പറഞ്ഞു. നമുക്ക് നമ്മുടെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മുടെ ചിന്ത എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരാൾക്കും നമ്മുടെ ചിന്തയെ തിന്നാനോ നമ്മുടെ തലച്ചോറിനെ അടിമപ്പെടുത്താനോ സാധിക്കരുത്. അങ്ങനെ നിൽക്കരുത്. നമ്മൾ ഒരാൾക്ക് നിന്ന് കൊടുക്കരുത്. പിഷാരടിയെ തടഞ്ഞൊരു വിഷയം, പിഷാരടി അത് വളരെ മാന്യമായി കൊണ്ട് ഇതിനെ ഉപയോഗിച്ചു. അവൻ്റെ രാഷ്ട്രീയപരമായിട്ട് അതിന് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അവനത് കൃത്യമായിക്കൊണ്ട് വീഡിയോ എടുത്തു, പ്രചരിപ്പിച്ചു. അതിൻ്റെ ആവശ്യമില്ലാന്നേ. അവന് ഒരു രാഹുൽ മാങ്കോട്ടത്തെ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് എഴുതിയിട്ട് ഇപ്പോൾ പിഷാരടിക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അത് ചെയ്യേണ്ടത് ഇവിടുത്തെ സർക്കാരല്ലേ. അവൻ തള്ളി പറയണം എന്നൊക്കെ പറയുമ്പോൾ ഇലക്ഷൻ സമയത്ത് പോയിട്ട് സ്വന്തം പാർട്ടിയിലെ ഒരാളെ അയാൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ അത് ഏതൊരു രാഷ്ട്രീയക്കാരും ചെയ്യേണ്ട കാര്യം അയാളും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ പിഷാരടിനെ വളർത്താണ്, അവിടെ ഒരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വളർത്തുകയാണ്, അല്ലാതെ അതിലൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിഷാരടി എന്നല്ല, ഏതൊരു മനുഷ്യനും എവിടെയും മത്സരിക്കാനും ഈ പറയുന്ന പോലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനും അവരുടെ വോട്ട് വാങ്ങിക്കാനൊക്കെ അവകാശമുണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ വ്യക്തി ചെയ്ത തെറ്റ് തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞ പേരിലൊന്നും അതൊന്നും തടയാനൊന്നും നമുക്ക് ആർക്കും അധികാരമില്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളും നമ്മളെ കൂട്ടത്തിലെ ആരോപണങ്ങളൊന്നും എന്താ പറയുക തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ആരോപണം ചെയ്ത വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഇലക്ഷൻ നേരിട്ടിട്ടില്ല എവിടെയും. അപ്പം നിങ്ങൾക്കത് ആവാമെങ്കിൽ അവർക്കും അതാവാം. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ നിൽക്കരുത്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അണ്ണൻ പൊളിച്ചേട്ടാ, ഇത് ഇവിടെ തൊട്ട് അണ്ണന് വലിയൊരു സലാം തരിക. കുറെ നാളായിട്ട് അണ്ണൻ ചെയ്യുന്ന വീഡിയോകൾ വളരെ നിഷ്പക്ഷമായിട്ടുള്ള വീഡിയോകളാണ്. കാരണം തെണ്ടിത്തരം കാണിക്കുന്നതും തെമ്മാടിത്തരം കാണിക്കുന്നതും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് മതപ്രസ്ഥാനത്തിലുള്ളവരായിക്കോട്ടെ, ഏത് മത നേതാക്കളായിക്കോട്ടെ, അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെക്കുറിച്ച് പറയാനും അതാത് പാർട്ടിയിലുള്ള ആളുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണെന്നല്ലേ. ഏതായാലും പിഷാരടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വളരെ വ്യക്തമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. മറ്റു പാർട്ടിക്കാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്ത ശരിയല്ല എന്ന് പറയാനൊന്നും അയാൾ മെനക്കെട്ടില്ല എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ആർക്കും എവിടെയും കയറി ചെന്ന് വോട്ട് ചോദിക്കാനായിട്ടുള്ള റൈറ്റ്സും അവകാശവും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സുരേഷ് ഗോപി മുട്ടിലെഴഞ്ഞ് പള്ളിയിൽ കയറിയതും നോമ്പ് കഞ്ഞി നക്കി കുടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആരെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞോ? കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ഓരോ സ്ഥാനാർത്ഥികൾ മുസ്ലിം പള്ളികളിൽ പോകുന്നുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകുന്നു, അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ തടയാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം കേരളത്തിന്റെ ശാപവും കേരളത്തിൽ വേണ്ടാത്ത ഒരു പ്രസ്ഥാനവും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഏതായാലും അണ്ണന്റെ തിരിച്ചറിവ്, അണ്ണൻ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇതാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു മറുപടി. ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ അനുവേട്ടൻ തന്നെ കൊടുത്തേര്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.